സർ, നമ്മുടെ നാടിനെ അടുത്തറിയുന്ന ലോകമെമ്പാടുമുള്ളവർ നൽകുന്ന സംഭാവനയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ പ്രധാന സ്രോതസ്സ്. അതോടൊപ്പം ഓരോ സംസ്ഥാന ബജറ്റിലും നിശ്ചിത വിഹിതം ഇതിലേക്ക് വകയിരുത്തുന്നു. 2016-17 മുതൽ 2024-25 വരെ 1950 കോടി രൂപയാണ് ഇപ്രകാരം നീക്കിവെച്ചത്. ഓഖിയുടെയും പ്രളയത്തിൻ്റെയും കോവിഡ് മഹാമാരിയുടെയും അവസരങ്ങളിലും ഇപ്പോൾ ചൂരൽമല, മുണ്ടക്കൈ എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ അവസരത്തിലും ഈ നിധിയിലേക്ക് ജനങ്ങൾ നൽകിയ സംഭാവന വളരെ വലുതാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 16/11/2016 പുറപ്പെടുവിച്ച GOMS 586/16/REV ഉത്തരവ് പ്രകാരം ചികിത്സാ സഹായത്തിനും അപകട മരണത്തിനിരയാകുന്നവരുടെ ആശ്രിതർക്കുള്ള ധനസഹായത്തിനുമായുള്ള അപേക്ഷ സ്വീകരിക്കുന്നു മുതൽ ഗുണഭോക്താവിന് ധനസഹായം ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ലഭിക്കുന്നതുവരെയുള്ള എല്ലാ നടപടികളും ഓൺലൈൻ മുഖാന്തരമാക്കിയിട്ടുണ്ട്. ഇതുവഴി സഹായധനം ലഭിക്കുന്നതിനുള്ള കാലതാമസം വൻതോതിൽ ഒഴിവാക്കാനായി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള അപേക്ഷ cmo.kerala.gov.in എന്ന പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാം. ഇതിനു പുറമെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന എല്ലാ അക്ഷയ സെൻ്ററുകൾ മുഖേനയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിനായി എല്ലാ അക്ഷയ സെൻ്ററുകൾക്കും ലോഗിൻ ID നൽകിയിട്ടുണ്ട്. മാത്രമല്ല, സംസ്ഥാനത്തെ എല്ലാ MLA-മാർക്കും സംസ്ഥാനത്തു നിന്നുള്ള എല്ലാ MP-മാർക്കും നൽകിയിട്ടുള്ള ലോഗിൻ ID-യിലൂടെയും അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയും. ഇതിനു പുറമെ തപാലിലൂടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിക്കുന്ന അപേക്ഷകൾ ഓൺലൈനായി മാറ്റുന്നതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപേക്ഷ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ അക്കാര്യം ഉടനടി SMS ആയി അപേക്ഷയിൽ രേഖപ്പെടുത്തിയ മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കും. തുടർന്ന് അപേക്ഷ ഒരു ഓഫീസിൽ നിന്നും മറ്റൊരു ഓഫീസിലേക്ക് ഓൺലൈനായി അയക്കുമ്പോൾ അക്കാര്യവും SMS ആയി അറിയിക്കുന്നു. തുക അനുവദിക്കുന്ന മുറയ്ക്ക് ആ വിവരവും SMS ആയി ഗുണഭോക്താവിന് ലഭിക്കുന്നു. ഇതിനു പുറമെ അപേക്ഷയുടെ തൽസ്ഥിതി അതത് ഗുണഭോക്താവിന് പോർട്ടലിൽ ലഭിക്കും. 1800425721 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ഓഫീസ് സമയങ്ങളിൽ അപേക്ഷയുടെ തൽസ്ഥിതി അറിയാനും കഴിയും. അപേക്ഷകരുടെ അർഹത നിർണയിച്ച് അവ സമയബന്ധിതമായും കാര്യക്ഷമമായും പരിശോധിച്ചാണ് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സഹായധനം നേരിട്ട് ലഭ്യമാക്കുന്നത്. 10,000 രൂപ വരെ അനുവദിക്കാനുള്ള അധികാരം അതത് ജില്ലാ കളക്ടർമാർക്കാണ്. അതിനു മുകളിൽ 15,000 രൂപ വരെ റവന്യൂ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിക്കും 25,000 രൂപ വരെ റവന്യൂ മന്ത്രിക്കും അനുവദിക്കാൻ കഴിയും. 3 ലക്ഷം രൂപ വരെ മുഖ്യമന്ത്രിയും. പ്രത്യേക പരിഗണന നൽകേണ്ട സാഹചര്യമുള്ള അപേക്ഷകൾ മന്ത്രിസഭ പരിശോധിച്ചുമാണ് സഹായധനം നിശ്ചയിക്കുന്നത്. അവയവമാറ്റ ശസ്ത്രക്രിയക്ക് 3 ലക്ഷം രൂപ വരെ മുഖ്യമന്ത്രിക്ക് അനുവദിക്കാവുന്നതാണ്. സർ B, നാളിതുവരെ വിവിധ ഇനങ്ങളിലായി 2135.5 കോടി രൂപ വിതരണം ചെയ്തിട്ടുണ്ട്. C, രോഗിയുടെ കുടുംബ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ കവിയാൻ പാടുള്ളതല്ല. ചികിത്സിക്കുന്ന ആശുപത്രിയിൽ നിന്നും ഡോക്ടറുടെയും ആശുപത്രിയുടെയും സീലുള്ള രോഗത്തിൻ്റെ വിവരവും ചികിത്സയുടെ വിവരവും ചെലവായ തുകയും വ്യക്തമായി രേഖപ്പെടുത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം. രോഗിയുടെ പേര് ഉൾപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡ്, രോഗിയുടെ ആധാർ, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ വ്യക്തമായ പകർപ്പ് അപേക്ഷയോടൊപ്പം ഉണ്ടായിരിക്കണം. ഒരു തവണ തുക അനുവദിച്ചു കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞ് മാത്രമേ വീണ്ടും തുക അനുവദിക്കുന്നത് പരിഗണിക്കുകയുള്ളൂ. എന്നാൽ അവയവമാറ്റ ശസ്ത്രക്രിയക്ക് ഈ നിബന്ധന ബാധകമല്ല.
ജീവിതശൈലി രോഗങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും തുക അനുവദിക്കാറില്ല. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രകാരം 1 ലക്ഷം രൂപയിൽ കൂടുതൽ തുക ചെലവ് വരുന്ന പക്ഷം ബില്ലുകളും ചികിത്സാ രേഖകളും സമർപ്പിക്കേണ്ടതാണ്. ഡി. ഏറ്റവും ദാരുണമായ ദുരന്തങ്ങളിലൊന്നാണ് മേപ്പാടി പഞ്ചായത്തിലുണ്ടായത്. സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനങ്ങളും താൽക്കാലിക പുനരധിവാസ പ്രവർത്തനങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കി. ഒരു തരത്തിലുമുള്ള ആക്ഷേപങ്ങൾക്കും ഇട നൽകാതെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടന്നത്. ഇതിന് എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടായി. അത് തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പുറത്തു വന്ന വ്യാജ വാർത്തകൾ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈയയച്ച് സംഭാവന നൽകുന്ന സാധാരണ ജനങ്ങളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്ന ദുഷ്ടലാക്കോടുകൂടിയുള്ളതായിരുന്നു. തെറ്റായ വാർത്തയെന്ന് തിരിച്ചറിഞ്ഞ് ചില മാധ്യമങ്ങൾ അത് തിരുത്തുവാൻ തയ്യാറായി. ഇത്തരം വിവാദങ്ങൾ വഴി ദുരന്തത്തിനിരയായ മനുഷ്യരാണ് യഥാർത്ഥത്തിൽ ദ്രോഹിക്കപ്പെട്ടത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾക്കനുസൃതമായി പരമാവധി സഹായം ലഭിക്കാൻ തയ്യാറാക്കി നൽകിയ മെമ്മോറാണ്ടമാണ് ഇത്തരത്തിൽ വ്യാജ വാർത്ത വഴി വിചാരണ ചെയ്യപ്പെട്ടത്. ജനങ്ങളുടെ അതിജീവന പോരാട്ടങ്ങളെ തുരങ്കം വെക്കുന്ന തരത്തിലുള്ള ഇത്തരം വാർത്തകൾ നൽകുന്നതിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് മാധ്യമങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്.